ഹലോ ഗൈസ്, ഇവനാണ് എൻ്റെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന മൺചട്ടി. ഇവനെ ഞാൻ ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമേ പുറത്തെടുക്കുള്ളൂ. അത് ഇഞ്ചിപ്പുളി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം. ആദ്യം കുറച്ച് പച്ചരി, ഉഴുന്ന്, ഉലുവ, ജീരകം ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കുക. അതേ പാത്രത്തിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടുമ്പോൾ ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇഞ്ചി അരിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റ് ഞാൻ ഉപ്പിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഉപ്പിട്ടിട്ടുള്ള ഇഞ്ചിയാണ് ഞാൻ ഇപ്പോൾ ചേർത്തത്. അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വയ്ക്കുക. ഈ സമയം നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നല്ലപോലെ പിഴിഞ്ഞ് പുളിവെള്ളം റെഡിയാക്കി വയ്ക്കുക. അതേസമയം നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഇഞ്ചിയിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ ഗോൾഡൻ ബ്രൗൺ കുറച്ച് ഡാർക്കായി, പക്ഷെ ഇതിനേക്കാളും ഒരു തൊട്ട് മുന്നത്തെ സ്റ്റേജ് വരെ നിങ്ങൾക്ക് ഇളക്കിയതിന് ശേഷം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കുക. പിന്നെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ചേർക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണ്ടവർക്ക് 2 ശർക്കര ചേർക്കുക. ഞാൻ 1 ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. പുളിവെള്ളം നല്ലോണം തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നത് പൊടിച്ച് അതിലേക്ക് ഇടുക. ആവശ്യത്തിന് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് മൂടി വയ്ക്കുക. നാളെ തിരുവോണത്തിന് സദ്യ എടുക്കുമ്പോൾ ഇലയുടെ അറ്റത്ത് വിളമ്പോൾ നല്ല കുറുകിയ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ടാവും.